ഓടി വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു കുഴിയിലോട്ട് കമന്ന് വീഴുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ കൊച്ചിങ്ങനെ കമന്ന് വീഴും. അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഒരു കുട്ടിക്ക് മാത്രം ഇടുങ്ങി ഇങ്ങനെ വീഴാവുന്ന ഒരു കുഴിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലെങ്ങനെ ആ കുട്ടി വീഴും? ഇതെങ്ങനെ അഭിനയിക്കും? നേരെ വന്ന് താപ്പോട്ട് താപ്പോട്ടങ്ങ് വീഴുക എന്നുള്ളതാ. അപ്പൊ അത് ആ ഷോട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നെഞ്ചിടിക്കാണ് ഇങ്ങനെ. യോ, ഈ കൊച്ചത് ഇങ്ങനെ വീഴും, ഈശ്വര ഈ കുഴിക്കകത്ത് വീണ ഇതിനെ എങ്ങനെ എടുക്കും? അതെന്റെ ആ ടെൻഷൻ മുഴുവൻ ആ അഭിനയിക്കുമ്പോൾ എന്റെ മുഖത്തുമൊക്കെ ഉണ്ട്. ഞാൻ അറിയാതെ ബോധം കെടുന്ന ഒരു ഷോട്ടുണ്ട്. അതൊക്കെ ഓൾമോസ്റ്റ് അങ്ങനെ ആയതാണ് ശരിക്കും. കാരണം എനിക്ക് എൻ്റെ പരവേശം, എൻ്റെ വെപ്രാളം, ഈ കൊച്ചി ഇതിനകത്ത് വീഴുമല്ലേ. അപ്പൊ ഇതിനെ ആദ്യം ഇത് ഓടി വന്നപ്പം കുഴി എടുത്തിട്ട് ഇങ്ങനെ കരിയിലെയും പുല്ലൊക്കെ അതിന്റെ മേളിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് എടുക്കുന്നത് ഈ കുട്ടി കണ്ടു, കുഴി എടുക്കുന്ന കണ്ടു. അപ്പൊ ഇവിടെ വരുമ്പോ സ്വാഭാവികമായിട്ട് അതൊരു മനുഷ്യ കുഞ്ഞല്ലേ, അതിന്റെ ഇവിടെ വരുമ്പോ അതിങ്ങനെ തപ്പി ഇങ്ങനെയൊക്കെ ആവും. അപ്പം പണിയായി. ഉച്ച വരെ നോക്കിയിട്ട് പറ്റുന്നില്ല, കൊച്ചു വീഴുന്നില്ല. ഉച്ച കഴിഞ്ഞ് ഇവർ പ്ലാൻ ചെയ്യുകയാണ് ഈ കുട്ടിയുടെ അച്ഛനെയും കൂടെ വെച്ചിട്ട്. പ്ലാൻ ചെയ്തിട്ട് ഈ കുട്ടി അറിഞ്ഞിട്ടില്ല അവിടെ എവിടെയാണെന്നുള്ളത്, മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു വീഴ്ച വീണു കേട്ടോ. ഞാൻ പുറകിലിരുന്ന് ഞാൻ ഒരൊറ്റ വിളി അങ്ങ് വിളിക്കുകയാണ്, അലറി വിളിക്കുക. ഞാൻ വിളിച്ചിട്ട് എനിക്ക് തലയൊക്കെ ഇങ്ങനെ കറങ്ങുക. അയ്യോ, ആ കൊച്ചിന്റെ അച്ഛനുണ്ടല്ലോ, സ്വർണ്ണ കപ്പെടുത്ത് കൈ കൊടുക്കണം. ആ ഒരു പടം നന്നാവാൻ വേണ്ടി ആ മനുഷ്യൻ ചെയ്ത ത്യാഗം ഉണ്ടല്ലോ. ഇതിങ്ങനെ വീണിട്ട് അനക്കമില്ല. ഞാനിങ്ങനെ നോക്കിയിരിക്കുക. ഇതിനെ ഇങ്ങനെ മേപ്പോട്ട് എടുത്തപ്പം ജഡം വരുന്ന പോലെ വരികയാണ്, കണ്ണ് തുറപ്പിച്ചിട്ട്. ഒരു അനക്കമില്ല. അയ്യോ, ഞാൻ വിചാരിച്ചു കൊച്ചു ചത്തുപോയോ. ഈശ്വര, പ്രാർത്ഥിക്കുക. ഞാൻ കൊരയുന്നു, ഇയോളെ ചീത്ത വിളിക്കുന്നു. യോ, കണ്ണിച്ചോരയില്ലാത്ത മഹാഭാവിയാലും നശിച്ചു എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കാൻ പ്രാവൊക്കെ ചെയ്യുക. ഇതിനെ എടുത്തോണ്ട് വന്ന് വെച്ച്